വായിക്കുവാനായിട്ട് ഡൽഹിയിൽ നിന്ന് നിർദ്ദേശം വരികയാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് എന്ന് മനസ്സിലാക്കണം ഇതിൽ നിന്ന് എം എസ് വേണുഗോപാൽ. ഇതിനകത്ത് ഡോക്ടർ ഹാരിസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനേക്കാൾ വലിയ ചട്ടലംഘനമാണ് കേരള സർക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇന്ന് നടത്തിയിരിക്കുന്നത്. ഒരു എൻക്വയറിയിൽ ഇരിക്കുന്ന ഒരു വിഷയം പൊതുമധ്യത്തിൽ അദ്ദേഹത്തിനെ കള്ളനാക്കുന്ന വിധത്തിൽ പ്രസൻറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഗുരുതരമായ ചട്ടലംഘനമാണ്. ഇത് സുപ്രീം കോടതി പോലും ചെയ്യില്ല. ഒരാളെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ വിചാരണയ്ക്കിടയിൽ ഇയാൾ കള്ളനാണെന്ന് സ്ഥാപിക്കുന്ന വിധത്തിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരു ജഡ്ജി പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതിനേക്കാൾ മോശമായ രീതിയിലാണ് ഇന്ന് നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പത്രപ്രസ്താവനയിലൂടെ പറഞ്ഞത്. ഒരു കാരണവശാലും ഒരു ഉദ്യോഗസ്ഥൻ എൻക്വയറിയിൽ ഇരിക്കുമ്പോൾ ആ എൻക്വയറിയുടെ കണ്ടെത്തലുകൾ അദ്ദേഹം കള്ളനാണ് അല്ലെങ്കിൽ കുഴപ്പക്കാരനാണ് അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് എന്ന് സ്ഥാപിച്ച് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടും കൂടെ വാങ്ങിച്ച് സ്ഥാപിച്ചതിന് ശേഷമല്ലാതെ പറയാൻ പാടില്ല. അങ്ങനെ പൊതുമധ്യത്തിൽ പറയുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ കള്ളനാക്കുന്നതാണ്, അദ്ദേഹത്തെ കൊച്ചാക്കുന്നതാണ്. ഇതിന് അദ്ദേഹത്തിന് കേരള സർക്കാരിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ചട്ടലംഘനമാണ് ഡോക്ടർ ജബ്ബാറും ഡോക്ടർ സുനിൽകുമാറും നടത്തി. ഡോക്ടർ ജബ്ബാറും ഡോക്ടർ സുനിൽകുമാറും ആർക്ക് വേണ്ടി നടത്തിയ? മെഡിക്കൽ ഡയറക്ടറേറ്റിന് വേണ്ടിയാണ്. അപ്പം മെഡിക്കൽ ഡയറക്ടറേറ്റാണ് അവർ പ്രതിയാകുന്നത്. ആ വിധത്തിലാണ് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരാളെ കള്ളനാക്കാനായിട്ട് ആർക്കും അവകാശമില്ല. അത് കണ്ടെത്തുന്നത് വരെ, കണ്ടെത്തി കുറ്റക്കാരനാണെന്ന് അദ്ദേഹത്തിനെ ആദ്യം ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ മറുപടി കേട്ട് ഇതിൻ്റെ ഫൈനൽ ഫൈൻഡിങ് ഇന്നതാണ് എന്ന് മാത്രമേ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് പ്രസിൻ്റെ മുമ്പ് പറയാവൂ. അല്ലെങ്കിൽ അതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തെ കൊച്ചാക്കലാണ്, അദ്ദേഹത്തിന് തേജോവധം ചെയ്യലാണ്. ഞാൻ CCTVയുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. CCTVയിൽ പതിഞ്ഞു ഒരാൾ കടന്നു കയറിയെന്ന്, എന്നിട്ട് ഇത്രയും മണിക്കൂറായിട്ടും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോ സൂപ്രണ്ടിനോ ഇത് പോലീസിനെ അറിയിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ആർക്കും കയറി വരാമെന്നാണോ? അതും ഈ ഒരു HODയുടെ റൂമിലേക്കൊക്കെ. അത് ഇദ്ദേഹം ഹാരിസ് തന്നെ പറയുന്നുണ്ടായിരുന്നു, അവിടെ അതിന്റെ മുമ്പിൽ എന്തോ ക്യാമറ ഇല്ലെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതിലെ ഒരുപാട് വിരോധാഭാസങ്ങളുണ്ട്. കാരണം ഈ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കസ്റ്റോഡിയനായ വ്യക്തി ഇല്ലാതെ ആ മുറിയിൽ കയറി സെർച്ച് നടത്തുന്നതിന് തെറ്റാണ്. പക്ഷേ പ്രിൻസിപ്പലിന് സർവാധികാരം ഉണ്ട്. എന്ത് അധികാരമാണ് അദ്ദേഹത്തിനുള്ളത്? ഇദ്ദേഹം താക്കോൽ കൊടുക്കുന്നില്ല, അദ്ദേഹത്തിന് തുറക്കാൻ അവകാശമുണ്ട്. ആദ്യം അദ്ദേഹത്തിനെ വിളിക്കണം. നിങ്ങളെ ഞങ്ങൾക്ക് സംശയമുണ്ട്, വാതിൽ തുറക്കാമെന്ന് പറയണം. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ ലീവിലാണ്, എനിക്ക് വരാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ ഡയറക്ടർക്ക് തുറക്കാൻ അധികാരമുണ്ട്. അല്ലെങ്കിൽ കാത്തു നിൽക്കണം, അല്ലെങ്കിൽ അദ്ദേഹം വരാമെന്ന് പറഞ്ഞാൽ കാത്തു നിൽക്കണം. വരാൻ പറ്റില്ല, ഞാൻ ഇതിന് വരുന്ന പ്രശ്നമില്ല, ഞാൻ ലീവിലാണെന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ എല്ലാം ഞങ്ങൾക്ക് സംശയമുണ്ട്, എനിക്ക് മേളിൽ നിന്ന് കിട്ടിയ ഉത്തരവാണ്, ഉടൻ തന്നെ തുറക്കുന്നു എന്ന് പറഞ്ഞ് തുറക്കാം. അല്ലാതെ അദ്ദേഹം കസ്റ്റോഡിയനാണെന്ന് 20 ലക്ഷം രൂപയുടെ സാധനം അദ്ദേഹം കസ്റ്റോഡിയനായിരിക്കുമ്പോൾ അദ്ദേഹം ഇല്ലാതെ അവിടെ കയറി എൻക്വയറി നടത്തി ഈ സാധനം അടിച്ചുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ സാധനം കേടാക്കി വെച്ചാൽ എന്ത് ചെയ്യും? ഈ സാധനത്തിൻ്റെ ബില്ല് എന്ന് പറഞ്ഞത് ഒറിജിനൽ ബില്ലാണെന്ന് വിചാരിക്കുക. എങ്കിൽ ഈ ബില്ല് ആര് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരിക. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പത്രപ്രസ്താവന ഉണ്ടല്ലോ, ഈ വീഡിയോ കൊണ്ടുവന്ന് കോടതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഹാരിസ് രക്ഷപ്പെട്ടു. കാരണം അവിടെ നടന്നിരിക്കുന്നത് മുഴുവൻ ക്രമവിരുദ്ധമായ കാര്യങ്ങളാണ്. ഡോക്ടർ ഹാരിസ് ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ മുറിക്കകത്ത് കയറുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ കയറുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഇങ്ങനെ ഒരു എൻക്വയറിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ പ്രശ്നമില്ല, എൻക്വയറിയുടെ ഭാഗമായിട്ട് നടക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്തത് ചട്ടലംഘനം തന്നെയാണ്. ഇതുപോലെ തന്നെ ഈ റിപ്പോർട്ടിൽ തന്നെ 3 വൈരുദ്ധ്യങ്ങളാണ് നടക്കുന്നത്. ആദ്യത്തെ റിപ്പോർട്ടിൽ ഡോക്ടർ ഹാരിസ് തന്നെ പറയുന്നത് എൻ്റെ മുറിക്കകത്ത് കയറിയിട്ടില്ല. കയറാത്ത ഒരു എൻക്വയറിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ അത് ശരിയാണ്. കാണാതെ പോയി എന്നുള്ളത് ഈ വിദഗ്ധ സമിതി കണ്ടെത്തിയത് എങ്ങനെയാണ്? ആദ്യത്തെ റിപ്പോർട്ടിൽ അവർ മുറിക്കകത്ത് കയറിയിട്ടില്ല, എന്നിട്ട് അവർ അടിയിൽ ഒരു സാധനം എഴുതി വെച്ചിരിക്കുക. ഇപ്പോൾ ഇവര് പ്രിൻസിപ്പലും പിന്നെ ഡോക്ടർ ടോണി എന്ന് പറഞ്ഞത് ഈ യൂറോളജി വകുപ്പിലെ അടുത്ത ഈ ഹാരിസ് ഇല്ലാത്ത സമയത്ത് ഇൻചാർജ് ആയിരിക്കുന്നയാൾ, അദ്ദേഹവും ഒക്കെ കൂടി കയറി DME ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. കയറി നോക്കിയപ്പോഴാണ് ഇപ്പോൾ അതിലും രണ്ടാമത്തേതിൽ ഒരു ബോക്സേ ഉള്ളൂ. ഇത് അല്ല, അങ്ങനെയല്ല. ഒരു ദിവസം പോയി എല്ലായിടത്തും ഈ ഓപ്പറേഷൻ തിയേറ്ററിലും അവിടെയൊക്കെ പരതി, അത് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഹാരിസിന്റെ റൂമിൽ കയറി, അതിൽ പ്രിൻസിപ്പളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്തോ ഒരു മോർസിലോസ്കോപ്പ് എന്ന് താഴെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോക്സ് കണ്ടു. അത് പക്ഷേ ഇദ്ദേഹത്തിന് അറിയില്ല, പ്രിൻസിപ്പലിന് അറിയില്ല ഇത് മോർസിലോസ്കോപ്പ് ആണോ എന്ന്. കാരണം അദ്ദേഹത്തിന് മെഡിക്കൽ ഉപകരണങ്ങളിൽ പരിചയമില്ല, അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നലെ വീണ്ടും കയറിയപ്പോൾ അവിടെ 2 ബോക്സ് ഇരിക്കുന്നു. ഒരു ബോക്സിൽ നെഫ്രോസ്കോപ്പ് അല്ലേ, പിന്നെ ഒരു ബോക്സിൽ ഒരു കൊറിയർ, അതിനകത്ത് ബില്ലുണ്ടായിരുന്നു. 2-ാം തീയതി വാങ്ങി ഒരു മോർസിലോസ്കോപ്പ് എന്ന്. അപ്പോൾ സ്ക്രിപ്റ്റ് കൃത്യമാണ്. കാരണം 2-ാം തീയതി ഒരു മോർസിലോസ്കോപ്പ് വാങ്ങി, ആ മോർസിലോസ്കോപ്പ് ഡോക്ടറാണ് വാങ്ങിച്ചത്. ശ്രീ ഗോകുൽ, ഇന്ന് UDF കൃത്യമായിട്ട്, VD സതീശൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഡോക്ടർക്കൊപ്പമാണ്.
അദ്ദേഹത്തെ കള്ളനാക്കുവാനുള്ള ഏതൊരു ശ്രമത്തെയും തടയുമെന്ന് BJPയുടെ നിലപാട് പക്ഷേ അത്ര കൃത്യമായിട്ട് കണ്ടിട്ടില്ല. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിഹാസ്യമായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ സമയങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ ഈ പറയുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കല് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മുന്നോട്ട് വയ്ക്കുന്ന കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ചർച്ചയാക്കപ്പെട്ട നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയുന്ന CPM-ഉം LDF-ഉം പിണറായി സർക്കാരും മുന്നോട്ട് വയ്ക്കുന്ന പൊള്ളയായിട്ടുള്ള മുദ്രാവാക്യത്തിന് മേലുള്ള ആ വലിയ പ്രഹരം, ആ പ്രഹരമേറ്റ് ആ പ്രഹരത്തിന്റെ വേദനയിൽ ഇവര് കാട്ടിക്കൂട്ടുന്ന ചില പ്രകടനങ്ങളാണ് ഇന്നിപ്പോ ഈ പറയുന്ന ഡോക്ടർ ഹാരിസിനെ ഉൾപ്പെടെ ഒരു കള്ളനായി, ഒരു തസ്കരനായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ചിത്രീകരിക്കാനുള്ള വലിയ ഇടപെടൽ എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ CPM-ന്റെ ഒരു വിഹാര കേന്ദ്രമാണ്. പ്രത്യേകിച്ച് എന്റെ ഈ പാനലിസ്റ്റ് ആയിട്ടുള്ള കോൺഗ്രസിന്റെ മുൻ കൗൺസിലർ ആയിട്ടുള്ള ആൾക്കുൾപ്പെടെ കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് CPM-ന്റെ നേതാക്കന്മാർ, CPM-ന്റെ ബ്രാഞ്ച് തൊട്ട് സംസ്ഥാനം വരെയുള്ള നേതാക്കന്മാർ ഈ മെഡിക്കൽ കോളേജിനെ അവരുടെ സ്ഥാപിതമായ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോ ഇവിടെ ഈ പറയുന്ന താക്കോലിന്റെയും മെഷീന്റെയും ഒക്കെ കാര്യം നമ്മൾ സംസാരിച്ചു, ഈ സർജിക്കൽ ഉപകരണങ്ങളുടെ. ഇവിടെ CPM-ന്റെ നേതാക്കന്മാരുടെ വീടുകളിൽ പോയി നോക്കിയാൽ അതൊക്കെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളുടെ താക്കോലുകളും ഉപകരണങ്ങളൊക്കെ കൃത്യമായി കാണാൻ കഴിയും എന്നുള്ളതാണ് എന്റെ അനുഭവം. അപ്പോൾ ഞാൻ അതിനോട് തമാശയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ വിഷയവുമായി ഇതിന്റെ മെറിറ്റ് നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകരുത്. ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉയർത്തിക്കൊണ്ടുവന്ന ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ കെടുകാര്യസ്ഥതയും ആരോഗ്യ മേഖലയിലെ ചൂഷണവും ഈ ആരോഗ്യ മേഖലയിലെ ശോഷിപ്പും ചർച്ച ചെയ്യാതെ പോകാൻ വേണ്ടി നമുക്ക് കഴിയില്ല. ഇവര് ഡോക്ടർ ഹാരിസിനെതിരെ നിരന്തരമായ ആക്രമണങ്ങൾ, നിരന്തരമായ ആരോപണങ്ങൾ, നിരന്തരമായ പ്രഹരങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഹാരിസ് മുന്നോട്ട് വെച്ച കൃത്യമായ കേരള പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയത്തെ, ഈ കേരളത്തിന്റെ പൊതു ആരോഗ്യ മേഖലയ്ക്കകത്ത്, ഗവൺമെന്റ് ആശുപത്രികൾക്കകത്ത്, മെഡിക്കൽ കോളേജുകളിൽ, ജനറൽ ആശുപത്രികളിൽ, താലൂക്ക് ആശുപത്രികളിൽ കൃത്യമായി ഈ പറയുന്ന ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല, പ്രാഥമികമായിട്ടുള്ള ചികിത്സകൾ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളില്ല, മരുന്നുകളില്ല, അതെല്ലാം എത്തിക്കാനുള്ള സാഹചര്യങ്ങളില്ല. ഇവിടെ ആ മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ഈ പറഞ്ഞ ഉപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ അതിന്റെ സ്ഥാപനങ്ങൾക്ക്, പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ കൊടുക്കാനുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അതിന്റെ തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ കാര്യങ്ങളെ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനും ആ കാര്യങ്ങൾ പൊതുസമൂഹത്തിനിടയിൽ നിവർത്തികേടുമുണ്ട്. നിങ്ങൾ നോക്കൂ, ഡോക്ടർ ഹാരിസ് ആരാ? BJP-കാരനാ? കോൺഗ്രസ്സുകാരനാ? അയാളൊരു CPM-കാരനല്ലേ? ഡോക്ടർ ഹാരിസ് ആരുടെ അളിയനാ? തിരുവനന്തപുരത്തെ CPM-ന്റെ പ്രധാന നേതാവിന്റെ ഒരു അളിയനല്ലേ? ഡോക്ടർ ഹാരിസ് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞത് എന്താ? ഗുരുനാഥൻ എന്നാ, ഞാനൊരു ഇടതുപക്ഷക്കാരനെന്നാ. അപ്പൊ ഇടതുപക്ഷക്കാരനായ CPM-ന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഗുരുനാഥനായി കാണുന്ന ഇടതുപക്ഷക്കാരനായിട്ടുള്ള ഇടതുപക്ഷ കുടുംബത്തിൽപ്പെട്ട ഡോക്ടർ ഹാരിസിന് നിവർത്തികേട് കൊണ്ട്, ഗതികേട് കൊണ്ട് തന്റെ ജോലി, തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം യഥാസമയത്ത് യഥാക്രമം മനസ്സിന് ഉചിതമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന സാഹചര്യം വന്നപ്പോ അദ്ദേഹത്തിന് അത് പുറത്തു പറയേണ്ടി വന്നു. ഈ പറയുന്ന ഹാരിസ് ഡോക്ടറെ കുറിച്ച് കേരളത്തിന്റെ ബഹുമാനിയായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞ വാക്കുകൾ എന്താ? ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നത് ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണെന്ന്, ജെനുവിൻ ആയിട്ടുള്ള, സത്യസന്ധനായിട്ടുള്ള ഡോക്ടറാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, കഠിനാധ്വാനിയായിട്ടുള്ള ഡോക്ടറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, ഏറ്റവും സത്യസന്ധനായിട്ടുള്ള ഡോക്ടർ എങ്ങനെയാണ് കള്ളനായി ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത് എന്നുള്ള വൈരുദ്ധ്യം നമ്മൾ തിരിച്ചറിയണം. പൊതുസമൂഹം ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇദ്ദേഹം നല്ലവനാണ്, മിടുക്കനാണ്, ഹാർഡ് വർക്കിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കീഴ്മേൽ മറിയുകയാണ്. ഇപ്പോൾ വ്യഗ്രതയാണ് ഇദ്ദേഹത്തെ കള്ളനാക്കുവാൻ. എന്തിനാണ് ഈ വ്യഗ്രത? അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അത്രമാത്രം പൊള്ളിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞോളൂ. പിന്നെ 20 ലക്ഷം രൂപയുടെ ശശിധരന്റെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച മെഷീൻ ആദ്യം പറഞ്ഞു തനിക്കറിയില്ല, പിന്നെ പിറ്റേ ദിവസം പറഞ്ഞു താൻ അത് ഉപയോഗിക്കാൻ, തനിക്ക് തന്റെ കൂടെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത, പുള്ളി പറഞ്ഞത് പുള്ളിക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നുള്ളൂ. ഇതെല്ലാം പിന്നെ വിഷ്വൽ എവിഡൻസ്